എന്നാൽ എൻ്റെ വിസ്തരണം എന്ത് പറ്റുമെന്തോ. സാധാരണ എന്തുണ്ടാക്കി കൊടുത്താലും കുഴപ്പമില്ലാന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച് മാങ്ങയാണ് കേട്ടോ. നേരത്തെ കണ്ട വലിയ മാങ്ങല്ലേ, ഈ പ്ലിങ്ങി ഇരിക്കണം മാങ്ങ. നമ്മുടെ നാട്ടിൽ മുറ്റത്തൊക്കെ ഉണ്ടാവുന്ന ചപ്പി കുടിക്കുന്ന മാങ്ങയില്ലേ, അതാണ് കേട്ടോ. പണ്ടൊന്നും ഈ മാങ്ങ ഉണ്ടാ തിരിഞ്ഞു പോലും നോക്കലില്ലേന്ന്. പിന്നെ വെറുപ്പിൻ്റെ അവസാനം കൃഷ്ണൻകുട്ടിയോട് നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു മാങ്ങ പോലും വെച്ച് വെറുതെയിട്ടില്ല. അതൊക്കെ നേരെ എടുത്തിട്ട് തോലും കുരുവൊക്കെ കളഞ്ഞിട്ട് ഫ്രീസറിലേക്ക് ഇപ്പി. പിന്നെ കുറച്ച് പഫ് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത് വെക്കാൻ മറന്നുകൊണ്ട് ഓവനിൽ വെച്ച് ഒന്ന് ഡീഫ്രോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യുക. കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു, കൂടുതൽ ലുക്കൊന്നും വരില്ല. ദെൻ അത് നേരെ ബേക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ കുറച്ച് ക്രീം സെറ്റ് ആക്കണം. എൻ്റെ കേക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഏതാണ് ക്രീം, എങ്ങനെയാണ് ബീറ്റ് ചെയ്യല്. ഞാനിങ്ങനെ മിക്സിയിലിട്ടിട്ട് ഓണാക്കി ഓഫാക്കിയ മിക്സിനൊന്ന് വെറുപ്പിച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ബീറ്റ് ചെയ്ത് വന്നോളും. പിന്നെ ക്രീം ഏതാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നിട്ടൊരു കവറിലാക്കിയിട്ട് അതിൻ്റെ കോർണറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നേരെ അതിങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ലുക്കൊന്നും പ്രതീക്ഷിക്കത്തില്ല, കാരണം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചിലപ്പോൾ ഭാവിയിൽ വലിയ കുക്കറൊക്കെ ആവുകയാണെങ്കിൽ എന്നെ കൊണ്ട് കുറച്ച് കൂടെ ലുക്കിലൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ നല്ല ക്യൂബായിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് അധികം പൈക്കാത്ത മാങ്ങ എടുത്ത് അതിൻ്റെ ഒരു പുളിപ്പുണ്ടായിരുന്നു, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ മിസ്റ്ററിന് അത് പറ്റുമെന്തോ. ഇതാണ് ക്ഷമിച്ചു കൊടുക്കാം അല്ലേ. തിന്നോളി വേറെ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയത്, പക്ഷെ തിന്നാ ഇനിയിപ്പോ ഒരു സന്തോഷം.